ഹല്ലേലൂയ. വേഗം വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 1, 2, 3, 4, 5 വാക്യങ്ങൾ ഒരു ചെറിയ ചിന്ത മാത്രം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നാൽ സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് എടുക്കുന്നത് എന്ത്? അല്ല, സ്വന്തം കണ്ണിലെ കോൽ ഇരിക്കെ നീ സഹോദരോട് നിൽപ്പ്, നിന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്ത് കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ? കപടഭക്തിക്കാരായ മുമ്പേ സ്വന്തം കണ്ണിൽ നിന്നും കോലെടുത്ത് കളയുക, പിന്നെ സഹോദരൻ്റെ കണ്ണിൽ നിന്നും കരട് എടുത്ത് കളയുവിൻ, വെടുപ്പായി കാണും. വിശുദ്ധതയും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരാണ്. നമ്മളെ സ്വയമായി ഒന്ന് വിധിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാൻ പോകത്തില്ല. കർത്താവേ, ഞാൻ കുറവുള്ളവനാണ്, മറ്റുള്ളവനെ വിധിക്കുവാൻ എനിക്ക് ഒരു അധികാരവുമില്ല, എനിക്കൊരു അവകാശവുമില്ലെന്ന് നമുക്ക് സ്വയം ചിന്തിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ വിധിക്കുന്നവരായി മാറത്തില്ല. ഒരിക്കൽ ഒരു രാജ്യത്ത് കർത്താവിൻ്റെ ദാസൻ കടന്നുപോയി. കർത്താവിൻ്റെ സുവിശേഷവചന ചെയ്യുന്ന ദൈവദാസനാണ്. ആ ദൈവദാസനെ അവിടെയുള്ള ചില വ്യക്തി ജീവിതങ്ങൾ വളരെ പരിഹസിക്കുവാനിട വന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, അനേക കർത്താവിൻ്റെ ദാസന്മാർ ദൈവത്തിൻ്റെ രാജ്യവിലയ്ക്കായി നിൽക്കുന്നവരുണ്ട്. വളരെ കഷ്ടതയോടെ പ്രയാസത്തോടെ കടന്നു പോകുന്ന അഭിഷിക്തന്മാരുണ്ട്. പലരും അവരെ കണ്ട് വിധിക്കുന്ന ഒരു കാഴ്ചപ്പാട് കണ്ടിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, പ്രിയ കർത്താവിൻ്റെ ദാസന്മാരെ, നീ വിധിച്ചാൽ അത് നീ വിധിക്കുന്ന വിധിക്കായി നീ എങ്ങനെ അളക്കുന്നുവോ ആ അളവിനാൽ നിനക്ക് അളന്നു കിട്ടും. ദൈവം സർവശക്തനായ ദൈവമാണ്. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ കുറവുകളെ കണ്ട് രസിക്കുമായിരിക്കാം, പരിഹസിക്കുമായിരിക്കാം. നാളെ അത് നിൻ്റെ ഭവനത്തിലും കടന്നു വരുവാൻ ചാൻസുണ്ട്. അതാണ് ദൈവവചനം പറഞ്ഞത്, നീ വിധിക്കുന്ന വിധിയാൽ നിനക്ക് അളന്നു കിട്ടും. മറ്റുള്ളവൻ്റെ കഷ്ടതയിലും മറ്റുള്ളവൻ്റെ പ്രയാസത്തിലും നീ അവനെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, നിൻ്റെ പ്രയാസവേളയിൽ, നിൻ്റെ കഷ്ടതയുടെ വേളയിൽ മറ്റുള്ളവർ നിന്നെ ആശ്വസിപ്പിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതല്ല, ഒരുവൻ്റെ കഷ്ടതയിൽ നീ ചിരിക്കുകയാണെങ്കിൽ നാളെ നിൻ്റെ ജീവിതത്തിൽ ഇത് കടന്നു വരും. അത് അളക്കുന്ന അളവിനാൽ അളന്നു കിട്ടും. എങ്ങനെ അളന്നു കിട്ടണമെന്ന് നമ്മുടെ കയ്യിലാണ് ദൈവം തന്നിരിക്കുന്നത്. ഒരുവൻ്റെ കഷ്ടതയിൽ, പ്രയാസത്തിൽ അവനെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കണം. പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞേ, യേശു നിൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യം മാറ്റും. യേശു നിങ്ങളെ ഉയർത്തും. യേശു നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും അവൻ പരിഹരിക്കുവാൻ കഴിയുന്നവനാണ്. യേശു നിങ്ങളെ ഉയർത്തുമെന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. കഷ്ടതയുടെ മധ്യയിൽ അവനെ കുത്തി മുറിവേൽപ്പിക്കുന്നതല്ല, അത് സമാധാനം നൽകുന്നവനായി മാറണം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, സമാധാനമുണ്ടാക്കുന്നവൻ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. നിനക്ക് സമാധാനമുണ്ടാക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ പുത്രനാകുവാൻ ആഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ, മറ്റുള്ളവൻ്റെ കഷ്ടതയിൽ സമാധാനമുണ്ടാക്കുന്നവനായി, സമാധാനം പറയുന്നവനായി, അതേ അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയുന്നവനായി മാറണം. നീ വിധിക്കുന്നവനാണെങ്കിൽ നീ വിധിക്കുന്ന വിധിയാൽ അളന്നു കിട്ടും. യേശുവിനെ അത് അളക്കുന്ന ഒരു പരീക്ഷന്മാരെ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും.
കല്ലെറിയൂ നിങ്ങൾ, കല്ലെറിയൂ പാപികളെ നിങ്ങൾ, കല്ലെറിയൂ. അതിനു മുമ്പേ സ്വയം ഒരു നിമിഷം താതനരുൾ ചെയ്ത വചനമോർക്കൂ. നിങ്ങളിൽ പാപ ക്ലേശമില്ലാത്തവർ ആദ്യത്തെ കല്ലുമായി കൈ ഉയർത്തൂ. കല്ലെറിയൂ നിങ്ങൾ, കല്ലെറിയൂ പാപികളെ നിങ്ങൾ, കല്ലെറിയൂ. അതിനു മുമ്പേ സ്വയം ഒരു നിമിഷം താതനരുൾ ചെയ്ത വചനമോർക്കൂ. നിങ്ങളിൽ പാപ ക്ലേശമില്ലാത്തവർ ആദ്യത്തെ കല്ലുമായി കൈ ഉയർത്തൂ. കല്ലെറിയൂ നിങ്ങൾ, കല്ലെറിയൂ പാപികളെ നിങ്ങൾ, കല്ലെറിയൂ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, യേശു കർത്താവിനെ വിധിക്കുവാൻ, യേശു ക്രിസ്തുവിനെ ട്രാപ്പിലാക്കുവാൻ, യേശു ക്രിസ്തുവിനെ അളക്കുന്ന ചില പരീക്ഷന്മാരെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കും. യേശുവോ ഒലിവുമലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന് ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ ഇരുന്നു അവനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്നു. നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരി കർമ്മത്തിൽ നിന്നും പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടതിന് അവനെ പരീക്ഷിച്ചു ചോദിച്ചതെന്ന് ആയിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്ന്, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ട് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രം നടുവിൽ നിൽക്കുന്ന സ്ത്രീയെയും ശേഷിച്ചു. യേശു നിവർന്ന് അവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആര് ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, യേശുവിനെ ഒരു ട്രാപ്പിലാക്കി ന്യായം വിധിക്കുവാൻ വേണ്ടി, യേശുവിനെ കുറ്റം ചുമത്തുവാൻ വേണ്ടി, യേശുവിനെ എങ്ങനെ വാക്കിനാൽ കുടുക്കുവാൻ വേണ്ടി പരീശന്മാരും ശാസ്ത്രികളും അതേ വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ നിർത്തിക്കൊണ്ട് അതേ ഒരു ട്രാപ്പ് ഉണ്ടാക്കുവാൻ, യേശുവിനെ വാക്കിൽ കുടുക്കുവാൻ നോക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത്. എന്നാൽ യേശു പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം കല്ല് ഉയർത്തട്ടെ എന്ന് പറയുവാനിട വന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ മറ്റുള്ളവരെ വിധിക്കാതെ നമുക്ക് സ്വയമായി വിധിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അതേ നമ്മൾ സ്വയമായി വിധിക്കുവാൻ നമ്മൾ സാധിക്കണം. നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാൻ നമ്മൾ ആരുമല്ല. വിധിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, കർത്താവ് മാത്രമേ ഉള്ളൂ. അതാണ് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മൾ മറ്റുള്ളവരെ അളക്കാതെ, മറ്റുള്ളവർ എന്നിലും അതേ സ്നേഹമുള്ളവനാണ്, ശ്രേഷ്ഠ വ്യക്തിയാണെന്ന് കരുതിക്കൊള്ളുക. ഈ വചനമുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ
ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ കഷ്ടതയുടെ മധ്യയിലൂടെ കടന്നു പോകുകയാണ്. ഒരു നിമിഷം നിനക്ക് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഭാരത്തോടെ പ്രയാസത്തോടെ ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ അതേ കഷ്ടതയിലും നിരാശയിലും ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്ക് മുന്നോട്ട് പോകുവാൻ പറ്റാത്ത അവസ്ഥകളുണ്ട്. ഈ ജനത്തെ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യത്തിന്മേൽ സ്വർഗം സഹായിക്കണമേ. അവിടുത്തെ സ്വർഗീയ കലവറ തുറന്ന് ജനത്തിന് പുതുവഴികളെ കർത്താവെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. റബല ഹത്തുന ഷന്ധുറഹസ്യ നേഖലി ര്യാതന ഹസ്തിയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൻ്റെ വലിയ കരുതൽ ജനത്തിൻ്റെ മേൽ അവിടുന്ന് പ്രവർത്തിച്ച, അവിടുത്തെ അത്ഭുതകരം പ്രവർത്തിച്ച കൃപയ്ക്കായി നന്ദി പറയുന്നു. ജനത്തെ എല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.